السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل اعملوا فسيرى الله عملكم. صدق الله مولانا. ഈ മഹത്താവുന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനമുള്ള PTA റഹീം സാഹിബ് MLA, ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത മന്ത്രി MK ശശീന്ദ്രൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയ ഉമർ ഫൈബി മുക്കം, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ സാദാത്തുക്കൾ, ഈ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ, വേദിയിലുള്ള പണ്ഡിതന്മാർ, മത രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സമ്മേളിച്ച് ബഹുമാനമുള്ള മോമിനിയങ്ങൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, ബഹുമാനമുള്ളവരെ, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാനൊന്നും വന്നതല്ല. എന്നെ ക്ഷണിക്കപ്പെട്ടത് ഇതിൻ്റെ അവസാനത്തെ സമാപന സമ്മേളനത്തിലേക്കാണ്. അന്ന് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കബീർ ബാക്കവിയുടെ സ്ഥാപനത്തിൽ അവിടെ സന്നദ്ധദാനം നൽകപ്പെടുന്ന സമ്മേളനമാണ് 3-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ അതിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടും അത് 2-3 മാസങ്ങൾക്ക് മുമ്പ് ക്ഷണിക്കപ്പെട്ടതായതുകൊണ്ടും ബഹുമാനപ്പെട്ട റഹീം സാഹിബ് അടക്കമുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ ക്ഷണിച്ചപ്പോൾ ഇങ്ങനൊരു തടസ്സമുണ്ടെന്ന് ഇവരോട് ഓർമ്മപ്പെടുത്തുകയും, അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇവിടെ വന്നു പോകാതെ ഇന്നലെ വരാമെന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്നലെ കാഞ്ഞങ്ങാട് കാസർഗോഡൊക്കെ പോകേണ്ട ചില ആവശ്യങ്ങളുണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ റഹീം സാഹിബിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഈ പരിപാടിയിൽ വന്ന് ഒന്ന് സംബന്ധിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ, പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല. ഒന്ന്, രണ്ടാമത് ഈ 9 മണിയായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങണം. അപ്പോൾ എനിക്കിനി കുറേ ദീർഘമായ ഒരു യാത്ര, ഒരു 10, 25, 30 കിലോമീറ്ററിൻ്റെ അപ്പുറം യാത്ര ചെയ്ത് വീട്ടിലെത്താൻ സാധിക്കും. ഏതായാലും വലിയൊരു ഇവിടെ നമ്മൾ അനുസ്മരിക്കപ്പെടേണ്ട 2 വ്യക്തികളുണ്ട്. ബഹുമാനപ്പെട്ട വവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ, അതുപോലെ തന്നെ ഫരീഖുട്ടി ഹാജി സാഹിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 വ്യക്തികളുടെയും മറ്റ് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന് മരണപ്പെട്ടു പോയ പലരും ഉണ്ടാവും. അവരുടെയൊക്കെ ഖബറിന് അല്ലാഹു സുഖപൂങ്കാവനാക്കി കൊടുക്കട്ടെ. അവരെ ഈ നന്മകൾ അല്ലാഹു കബൂൾ ചെയ്യട്ടെ, തിന്മകൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവർ നമ്മളൊക്കെ സ്വർഗത്തിലെ മഹാന്മാരോട് കൂടെ അല്ലാഹു ഒരുമിച്ച് വിളിക്കട്ടെ. കൊടുവള്ളി മുസ്ലിം യതീംഖാന അത് കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ്. എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് കൂടെ നിന്ന്
എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും വലിയ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോട് അത് മതവിധിയായാലും മറ്റ് കാര്യങ്ങളാണെങ്കിലും അവരെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ നടക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്നാണ് ആദ്യമായി ഉണർത്താറുള്ളത്. വളരെ ഒരു പ്രയാസകരമായ മോശമായ കാലഘട്ടമാണ് നമുക്കൊക്കെ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഗ്തി അലൈക്കും യൗമുൻ ഇല്ലാ ഹുവ അശറു മിമ്മാ ഖബ്ലഹു. ഓരോ ദിവസവും ഇവിടെ വരില്ല, ആ ദിവസം അതിൻ്റെ മുമ്പുള്ള ദിവസത്തിനേക്കാൾ വളരെ മോശമായിട്ടായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലത്തേതിനേക്കാൾ മോശമായ ദിവസമായിരിക്കുന്നു, ഇന്നത്തേതിനേക്കാൾ മോശമായിരിക്കും നാളെ. അപ്പോൾ ഓരോ അതാണ് റസൂൽ 3 നൂറ്റാണ്ട് നല്ല നൂറ്റാണ്ടാണെന്ന് വിശേഷിപ്പിച്ചു. ഖൈറുൽ ഖുറൂൻ എന്നാണ് റസൂൽ വിശേഷിപ്പിച്ചത്. ആ നൂറ്റാണ്ട് നല്ല നൂറ്റാണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ഹദീസിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ സാലന്നാസു ബിഖൈർ. ജനങ്ങൾ ഉത്തമമായ നൂറ്റാണ്ടിലായി സ്വഭാവത്തിലായിരിക്കും, എല്ലാ നിലക്കുള്ളതായ ഇസ്സത്തിലും ഉയർച്ചയിലൊക്കെ ആയിരിക്കും. മാ തഫാവലും, അവർക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം അത് ഉണ്ടാകുമ്പോഴെന്ന് ആ കാര്യം റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു. സ്വഹാബത്ത് അത് ശ്രദ്ധിച്ചു. സ്വഹാബത്തിൻ്റെ ശേഷം താബീങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ അത് ശ്രദ്ധിച്ചു. അവരെ ശേഷമുള്ളവരും അത് ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 4 അല്ലെങ്കിൽ 3 നൂറ്റാണ്ടിനെ പറ്റി ഉത്തമമായ നൂറ്റാണ്ട്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി ഉള്ളൊരു കാര്യമാണ്. അതാണ് മാ തഫാവലും. അവർ പരസ്പരം അവരെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത ഉണ്ടെന്നും ആ ശ്രേഷ്ഠത ഉള്ള ആളുകളെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരോട് കാര്യങ്ങൾ അവരെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും അവരിൽ നിന്ന് ബർക്കത്ത് സമ്പാദിക്കുകയൊക്കെ ചെയ്യണ കാലത്തോളം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയത് അതാണ്. മാ തഫാവലു, അവർ ജനങ്ങൾ പരസ്പരം ഫضലുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശ്വസിക്കുക. എല്ലാവരും ഒരേപോലെയല്ല. ഇവിടെ പ്രായം കൂടിയവർക്ക് ശ്രേഷ്ഠത ഉണ്ടാവും. പ്രായം കൂടിയവരെ നമ്മൾ ബഹുമാനിക്കണം. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണത്. വിവരമുള്ളവനെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹു ബഹുമാനിച്ച ദിവസത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കണം. ആ ഒരു അവസ്ഥ മനുഷ്യരിലുള്ള കാലത്തോളം അവർ ഖൈറിലായിരിക്കുന്നതാണ്. ആ അവസ്ഥ പൂർണ്ണമായി ഉണ്ടായിരുന്ന കാലഘട്ടം ഇരുന്ന് ആ 4 നൂറ്റാണ്ട് റസൂൽ വിശേഷിപ്പിച്ച്. അതുകൊണ്ടാണ് ആ 4 നൂറ്റാണ്ടിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിച്ചത്. അതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈദാ തസാവു ഹലക്കു. എല്ലാവരും സമന്മാരാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്വഭാവം ജനങ്ങളിൽ ഉണ്ടായിത്തീർന്നാൽ ഹലക്കു, അവർ നാശത്തിലേക്കായിരിക്കും അവരെ പോക്കുക. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലുള്ളത് അങ്ങനെയാണ്. ആരും ആരേക്കാൾ വലിയവരല്ല, ആരും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ഒരേപോലെ തന്നെയാണ്, സമന്മാരാണ്.
ഈ ഒരു ധാരണ അത് ഇസ്ലാമിനത് പറ്റില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പരസ്പരം അങ്ങും ഇങ്ങും ആളുകൾക്ക് അത് പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് ബഹുമാനമുണ്ട്. വാപ്പനെ ബഹുമാനിക്കണം, ഉമ്മനെ ബഹുമാനിക്കണം, ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കണം, വാപ്പൻ്റെ പ്രായക്കാരെ ബഹുമാനിക്കണം, ജ്യേഷ്ഠൻ്റെ പ്രായക്കാരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരുടെ ഉസ്താദന്മാരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരുടെ സതീർത്ഥരെ നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ പള്ളികളെ ബഹുമാനിക്കണം, മദ്രസകളെ ബഹുമാനിക്കണം. വിശുദ്ധമായ ചില ദിവസങ്ങളും സ്ഥലങ്ങളും ഉണ്ടാവുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അവസരത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാഹു റക്അത്തൈൻ, നബിയെ നിങ്ങൾ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. അതിൻ്റെ കാരണം നബി ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ബൈത്തുലഹമീൻ, ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി വുലിദ ഈസ, ഇവിടെയാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമാണ് ബത്ലഹം. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയില്ലായിരുന്നു. പക്ഷേ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് നബിയെ തങ്ങൾ ഈ സ്ഥലത്തിനെ ബഹുമാനിക്കണം. ആ ബഹുമാനാണ് ഏതെങ്കിലും ഒരു ഇബാദത്ത് സ്വല്ലിയാഹുന റക്അത്തൈൻ, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ തൂർ സിനാ പർവ്വതത്തിൻ്റെ തായ്വരയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നുബുവത്ത് സ്വീകരിക്കാൻ വേണ്ടി ചെന്നു. ആ തായ്വരയ്ക്ക് വല്ല പ്രത്യേകത ഉണ്ടായിരുന്നോ? ഒരു പ്രത്യേകതയില്ല. പക്ഷേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, മൂസയെ തുവ എന്ന് പറയുന്ന ഈ വിശുദ്ധമായ ഈ തായ്വരയിലാണ് നീ ഉള്ളത്. ഈ തായ്വരക്കുള്ള പ്രത്യേകത എന്താ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആ പ്രത്യേകമാവുന്ന ആ തജല്ലിയാത്ത് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രൂപത്തിന് വേണ്ടി അള്ളാഹു ആ സ്ഥലത്തിനെ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് മൂസ നബിയോട് പറഞ്ഞു, ഫഖ്ലൈന അലൈക്, മൂസേ നിൻ്റെ ചെരുപ്പ് നീ ഊരി വെച്ചിട്ടാവണം ഇങ്ങോട്ട് കയറേണ്ടത്. കാരണം ഇത് വളരെ വിശുദ്ധമായ, ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു രൂപത്ത് കൊടുക്കുമ്പോൾ ആദ്യമായും കൊണ്ട് അവർക്ക് പഠിപ്പിക്കുന്നത് അള്ളാഹു ആദരവ് ബഹുമാനത്തിനെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു ആദരവ് ബഹുമാനം ഇവിടെയുള്ള കാലത്തോളം ഇവിടെ ജനങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തിലും വളരെ ഉന്നതയിലും ഇസ്സത്തിലൊക്കെ ആയിരിക്കും. നേരെ മറിച്ച് ഫൈദ തസാവവും സമന്മാരാണ് എല്ലാവരും ധരിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും. ഹലക്കു, അതുകൊണ്ട് നാശങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾക്കിന്ന് ആരും ബഹുമാനമില്ല, വാപ്പയും മക്കൾക്ക് ബഹുമാനമില്ല, ഉസ്താദന്മാരെ ബഹുമാനമില്ല. അങ്ങനെ ബഹുമാനമില്ലാത്തൊരവസ്ഥ വന്നു, എല്ലാവരും സമന്മാരാണെന്ന് വരികയാണ്. ഇത് എന്തിൻ്റെ അഭാവം എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ശരീഅത്തിൻ്റെ ഉലൂമുകൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഇവിടെ പഠിപ്പിക്കപ്പെടാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരീഅത്തിൻ്റെ ഉലൂമുകൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ പഠിപ്പിക്കപ്പെടണം. ആ പഠിപ്പിക്കപ്പെടുമ്പോൾ ആ ഉലൂമുകൾ ആ പഠിക്കണ പഠിതാക്കൾക്കും ആ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാർക്കൊക്കെ ഉണ്ടാവേണ്ടതായ ശറഅ് നിശ്ചയിച്ചതായ അടിസ്ഥാനപരമായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ സ്വഭാവ ഗുണങ്ങൾ പണ്ഡിതന്മാരിലുണ്ടാവണം, അധ്യാപകരിലുണ്ടാവണം, അത് പഠിക്കുന്ന വിദ്യാർത്ഥികളിലും അതുണ്ടാവണം. ആ നിലക്ക് ഞാനതൊന്നും വിവരിക്കല്ല ഈ അവസരത്തിൽ. ആ നിലക്ക് പഠിക്കുമ്പോഴേ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഇൽമായും കൊണ്ട് അതിനെ പരിഗണിക്കപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു. ഈ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും ഉണ്ടാവേണ്ട ഗുണങ്ങളില്ലെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഇൽമാന്ന് പറയാൻ പറ്റില്ല. റസൂലുള്ളാഹിക്ക് വഹി അവതരിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം ശുദ്ധീകരണമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നടത്തിയത്. അങ്ങനെ വഹി ഈ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവയവങ്ങളെ കൊണ്ട് കേൾക്കുകയോ, ഇപ്പോൾ കാതുകൊണ്ടല്ല കേട്ടത്, ആ കണ്ണുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ, അത് ആത്മാവ് കൊണ്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യണം. ആത്മാവ് കൊണ്ട് അതിനെ സംഭരിക്കുകയും
അതിനെ സൂക്ഷിച്ചു വെക്കാനൊക്കെ ഉള്ളതായ ഒരു പ്രത്യേകമാവുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു എത്തിച്ചു. എന്താ ഇതിൻ്റെ അർത്ഥം? വിശുദ്ധമാവുന്ന ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ പൂർണ്ണമായിട്ട് ആത്മീയമാവുന്ന ശുദ്ധീകരണം അതുണ്ടായിത്തീരണം. അങ്ങനത്തെ ഹൃദയത്തിലേക്ക് വിശുദ്ധമാവുന്ന ഇൽമു വരുള്ളൂ. അല്ലാത്തവനെ ആരിമാണ് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതായ ആ വിശുദ്ധമായ ഇൽമാണെന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റൂല. അപ്പം ആദ്യമായിട്ട് ഏത് മേഖലയിലും സ്വീകരിക്കപ്പെടേണ്ടതായ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടിട്ട് വിശുദ്ധമായ ഇൽമിനെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടണം. ആ ഇൽമിനെ ഇവിടെ അഭ്യസിപ്പിക്കപ്പെടണം. അല്ലാത്ത കാലത്തോളം പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും ആദരവുകളൊക്കെ ഇവിടുന്ന് ഇല്ലാതെയായി പോവും. അപഹലക്കൂ, ജനങ്ങളെന്താവും നാശത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കേണ്ട ഈ കാലഘട്ടം നമ്മളതിൻ്റെ ചുറ്റുപാട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ മോശമായ എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ചെയ്യണത്. ഇന്ന് നമ്മളെ പേപ്പിക്കാനേ ശൈത്താൻ വരുള്ളൂല്ലോ, ബാർബർ പേപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പേച്ചവർ നമ്മളെ കുട്ടികളെ അങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കുട്ടികളൊപ്പം ശൈത്താൻ കൂടുന്നു, മറ്റുള്ള കുട്ടികളൊപ്പം ശൈത്താൻ കൂടുന്നു. ഞാൻ കൂടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ പേപ്പിക്കാനേ ശൈത്താൻ വരുള്ളൂ. അല്ല മുനബ്ബിയുക്കും അലാമാ തതനസ്സലു ശയാത്തീൻ, ശൈത്താൻ ഇറങ്ങി വരേണ്ടതായ സ്വഭാവങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. അപ്പോൾ ശൈത്താൻ പല നിലക്കും നമ്മളിൽ അവതരിപ്പിക്കും, ആളുകളെ കൂടെ വരും. നമ്മളെല്ലാം നിലക്കും പേപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ശൈത്താൻ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾ, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾ, അപ്പോൾ നമ്മൾ അറിവ് നൽകിയാൽ മാത്രം പോരാ. അറിവ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് വരില്ല. പഠിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ യഥാർത്ഥ ആ പഠനത്തിലേക്ക് എല്ലാ വിദ്യയും നമുക്ക് ശരീരത്തെ എതിർക്കാത്ത എല്ലാം നമുക്ക് പഠിപ്പിക്കാം. അത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് ആണിനും പഠിപ്പിക്കാം, പെണ്ണിനും പഠിപ്പിക്കാം. പക്ഷെ പഠിപ്പിക്കലിന് ആവശ്യമാവുന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെ ആധുനിക എല്ലാ അറിവും അള്ളാഹു പഠിപ്പിച്ചില്ലേ, എല്ലാ ടെക്നോളജിയും പഠിപ്പിച്ചില്ലേ. ഖിയാമത്ത് വരെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജികളൊക്കെ ആധുനിക പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ. ആദനബിൻ്റെ മക്കളുള്ള അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അതിനെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെ? ഇലാഹിയായ ടെക്നോളജിയാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ശാസ്ത്രജ്ഞന്മാർ ഉപയോഗപ്പെടുത്തുന്നത് ഭൗതിക ടെക്നോളജിയാണ്. ഈ പ്ലെയിനൊന്നും ഇല്ലാതെ പറന്നില്ലേ ആകാശത്ത് കൂടി മഹാന്മാർ? കപ്പലില്ലാതെ സമുദ്രത്തിൽ യാത്ര ചെയ്തില്ലേ? ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വിവരങ്ങൾ അവരിരുന്ന് പറഞ്ഞില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം നടക്കുമ്പോൾ ഓരോ യുദ്ധത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ സഹാബത്തിന് അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തില്ലേ? ഇതൊക്കെ എങ്ങനെ? ഇനി അറാക്കുമ്മി വറായി വഹരി എന്ന് റസൂൽ പറഞ്ഞല്ലോ. നിങ്ങളെ പിന്നിന്നാണെങ്കിലും എനിക്ക് കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നി വന്നെന്നാൽ എനിക്ക് കാണാമെന്നല്ല. ഞാൻ ഈ കാണുന്ന കണ്ണിൻ്റെ അപ്പുറത്താണ് നിങ്ങളുണ്ടെങ്കിലും എനിക്ക് കാണാൻ കഴിയും. ആ നിലക്കുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു കൊവ്വത്ത് എന്നിലുണ്ട്. അതിൻ്റെ ഒരു മാധ്യമം എൻ്റെ കൈവശമുണ്ട്. അത് ഉപയോഗിച്ചാൽ എനിക്ക് കാണാൻ കഴിയുമെന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ ആ നിലക്ക് തൂയ്യത്തില്ലാറുള്ള കുല്ലുഹ, നമ്മളെല്ലാം ഒരു കൊടക്കയിൽ എന്ന് പറഞ്ഞില്ലേ? റസൂൽ പറഞ്ഞില്ലേ തൂയ്യത്തില്ലാറുള്ള കുല്ലുഹ, ഈ ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒരു കൊടക്കയിലായിക്കൊണ്ട് എനിക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് എപ്പോഴും അള്ള കാണുന്നത് പോലെ കാണും കേൾക്കുന്നല്ല നമ്മൾ പറയണത്. അള്ളാഹു കാണുന്നത് പോലെയല്ല ഇതിൻ്റെ ആലാത്തുകൾ, ഇതിൻ്റെ അസ്ബാബുകൾ, അത് മുഖേന അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇന്നലേക്കുള്ളതായ പല ടെക്നോളജിയും അവരുപയോഗിക്കും. അവർക്ക് ഭൗതികമാവുന്ന ടെക്നോളജിയിലേക്ക് അവർക്ക് ആവശ്യമില്ല, ഭൗതികമാവുന്ന അതിൻ്റെ മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. അപ്പം ഇൽമിനെ എതിർക്കണവരല്ല നമ്മളാരും. അത് ഇസ്ലാം ഇൽമിനെ ഏറ്റവും എതിർക്കണില്ല. ഇസ്ലാം മനുഷ്യനെ പഴക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്തത് എന്താവും? അല്ലമാദമല്ല സ്വാഗുല്ലാഹം തന്നെ. എല്ലാ സംവിധാനവും ആദനവിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആ സംവിധാനം എല്ലാ ശരീരത്തിലുള്ള ഇതിലല്ലാത്ത ഏത് അറിവുകളും നമുക്ക് പഠിക്കാം, അതിനെ പഠിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അതിന് ശരീരത്തിൽ നിശ്ചയിക്കുന്നതായ മാനദണ്ഡങ്ങൾ പരമാവധി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വിശുദ്ധമായ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഈ ശരീരത്തിൻ്റെ ഉലൂമുകൾ കടന്നു വരുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഹൃദയത്തിലേക്ക് വിശുദ്ധി വേണം, ശരീരത്തിലേക്ക് വിശുദ്ധി വേണം, അവയവങ്ങൾക്കൊക്കെ വിശുദ്ധി വേണം. ആ വിശുദ്ധി ഉണ്ടാകുമ്പോൾ ആ ഉലൂമുകൾ കടന്നു വരും. അത് പഠിക്കുന്നവർക്ക് വേണം, പഠിപ്പിക്കുന്നവർക്ക് വേണം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും, അത് പണ്ഡിതനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും എല്ലാവരും വിശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, ആത്മീയമായ ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനാവശ്യമാവുന്ന കാര്യങ്ങൾ അതെന്താ ചോദിച്ച് മനസ്സിലാക്കുക. അതിന് അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന് അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും എല്ലാവിധ
സൽഗുണങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതിനെ സഹായിക്കുന്നവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി സംഭാവന ചെയ്യുന്ന ആളുകൾ, അത് വിദേശത്തും സ്വദേശത്തുള്ള എല്ലാവർക്കും അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ട് അവർക്ക് നമുക്കൊക്കെയുള്ള ആഖിബത്ത് അള്ളാഹു ഒന്നാക്കി തരട്ടെ. അവസാന ഈമാനോടുകൂടി അവർ നമ്മളൊക്കെ അള്ളാഹു ഭരിപ്പിച്ചിട്ട് സ്വർഗത്തിലെ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത